സന്തോഷമായിട്ടാണ്. ഇനിയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിലോസഫിയിൽ എത്തിക്സിൽ മെയിനായിട്ട് 3 സബ് ബ്രാഞ്ച് വരുന്നുണ്ട്. ഒന്ന് എന്താ പറയുക, അപ്ലൈഡ് എത്തിക്സ്, മെറ്റാ എത്തിക്സ്, നോർമറ്റീവ് എത്തിക്സ്, അപ്ലൈഡ് എത്തിക്സ്. ഈ 3 മെയിനായിട്ട് വരിക. അപ്ലൈഡ് എത്തിക്സ് ബയോ എത്തിക്സ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് അപ്ലൈ ചെയ്യുന്നത്. അനിമൽ എത്തിക്സ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. മെറ്റാ എത്തിക്സ് പറഞ്ഞാൽ അനലിറ്റിക് ഫിലോസഫിയിൽ വരുന്നതാണ്. മെറ്റാ അനലിറ്റിക്കൽ പറയും, അത് തിയററ്റിക്കലായിട്ട് വരുന്നതാണ്. കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് വരുന്നതാണ് നോർമറ്റീവ് എത്തിക്സ്. ഞാൻ 3 ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ പുതിയ എത്തിക്സിൽ വരുന്നുണ്ട്, കാറ്റസ്ട്രോഫിക് എത്തിക്സ് കുറേ അങ്ങനെ കുറേ വരുന്നുണ്ട്. ലാൻഡ് എത്തിക്സ് ഉണ്ട്, അനിമൽ എത്തിക്സ്. ഇപ്പോൾ ഈ കോവിഡ് വന്നപ്പോൾ പീറ്റർ സിംഗർ പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു അനിമൽ എത്തിക്സിനെ കുറിച്ച് പറയാൻ. പിന്നെ അതേപോലെ ഡീപ്പ് എക്കോളജി, ഷാലോ എക്കോളജി, എൻവയോൺമെൻറ്റൽ എത്തിക്സ്, കുറേ എത്തിക്സ് ഉണ്ട്. ഈ 3 നമുക്ക് കേരളത്തിൻ്റെ സോഷ്യൽ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യണം എങ്ങനെ ഇരിക്കുക? ക്യാൻ യു ഗീവ് us some examples? കേരളത്തിലല്ല, യൂണിവേഴ്സിറ്റി ആയിട്ട് നോക്കിയാൽ തന്നെ ഇപ്പോൾ ഈ സ്റ്റോയിസിസവും നാച്ചുറലിസവും എല്ലാം നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്റ്റോയിസിസം അതായത് ഈ ഭയങ്കര ഇമോഷണൽ ആവാതെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സിനിസിസം പറഞ്ഞാൽ ഭയങ്കര നാരവും ഭയങ്കര ലിബറലായ എപ്പിക്യൂരിയസിന് ഇടയിലാണ് ഈ ഇത് വരുന്നത്. സ്റ്റോയിസിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സന്തോഷത്തിന് ഭയങ്കര സന്തോഷം, അല്ലെങ്കിൽ ദുഃഖത്തിന് ഭയങ്കര ദുഃഖം, അങ്ങനെ സ്റ്റോയിസിസം. അപ്പോൾ അതിൻ്റെ കുറേ ബുക്കുകളിൽ ഇറങ്ങുന്നുണ്ട്, സ്റ്റോയിക് മൈൻഡ് സെറ്റിൽ പറഞ്ഞു. എത്തിക്സ് യൂണിവേഴ്സിറ്റി എത്തിക്കായിട്ട് എന്തുണ്ടോ എനിക്ക് അറിയില്ല, എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആയിട്ട് എത്തിക്ക് ഇല്ലായിരിക്കും പറഞ്ഞാൽ, എല്ലാം റിലേറ്റീവാണ്, ഓരോ സ്ഥലത്ത് മാറിക്കൊണ്ടിരിക്കും. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഒബ്ജക്റ്റീവാണ്, പക്ഷെ ഓവറോൾ സബ്ജക്റ്റീവാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഒബ്ജക്റ്റീവാണ്, പക്ഷെ ഓവറോൾ സബ്ജക്റ്റീവാണ്. ആ ലോജിക്കും അങ്ങനെ തന്നെയാണ്, പലതരത്തിലുള്ള ലോജിക് ഉണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ അത് ഒബ്ജക്റ്റീവാണ്, പക്ഷെ ഓവറോൾ നോക്കിയാൽ സബ്ജക്റ്റീവാണ്. പലതരത്തിലുള്ള ലോജിക് ഉണ്ട്. എത്തിക്സും അങ്ങനെ തന്നെയാണ്. അതെ, കേരളത്തിൻ്റെ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മോറൽ ഫാബ്രിക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇവരുടെ എഡ്യൂക്കേഷൻ എത്തിക്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിലാണ് ചേഞ്ച് വരുത്തുന്നത്. ഇവിടുത്തെ ആൾക്കാർ എഡ്യൂക്കേറ്റഡാണ്, പക്ഷെ ഇവർ പല കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നില്ല, വിശകലനം ചെയ്യുന്നില്ല. അതിൻ്റെതായ കുഴപ്പമുണ്ട് പല കാര്യം. പിന്നെ അത് മാത്രമല്ല, കുറച്ചൊരു ഫ്രോഡ് പരിപാടികളുണ്ട്. ഇവർ ഓർഗനറെക്കാട്ടും ഉറക്കം നടിക്കുന്നവരാണ്. ഓർഗനറെ നമുക്ക് ഉണർത്തും, ഇവർ ഉറക്കം നടിക്കുന്നവരാണ്. ഇവർക്ക് ആകെ സെൻസിറ്റിവിറ്റി ഉള്ള മണിയോട് മാത്രമേ ഉള്ളൂ മലയാളീസിന്, വേറെ ഒന്നുകൂടെ അവർക്ക് ആത്മാർത്ഥതയേ ഇല്ല. ഇവിടെയാണ് എത്തിക്സ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യേണ്ട സ്ഥലം. ആളുകൾ കുറച്ചുകൂടി നല്ലൊരു മനസ്സ് ഡെവലപ്പ് ചെയ്യണം. ഇവിടെ വേറൊരാളെ പറ്റിച്ച് ജീവിക്കുക ക്രൂക്കഡ്നെസ് ആണ്. ഇപ്പോൾ പൊളിറ്റീഷ്യന്മാരിൽ വളരെ ക്രൂക്കഡാണ്. അപ്പോൾ ഞാനതാ ചോദിച്ചത്, രാജ്യസ്വാമി പറഞ്ഞ ആൾ ഇത്രയും അക്കാഡമിക് ബിൽഡിൻ്റെ ആൾ, അയാൾക്കാണ് ബുദ്ധി അല്ലെങ്കിൽ അയാൾ ഒതുക്കിയ രാഷ്ട്രീയക്കാർക്കാണ്? ക്രൂക്കഡ്നെസ്സിനാണ് ഇപ്പോൾ ബുദ്ധിയായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും ബ്രില്യൻ്റായ രാജ്യസ്വാമിയാണ് ഇൻ്റലിജൻ്റ്, അല്ലെങ്കിൽ അയാൾ ഒതുക്കിയ ഈ ഒരു ദിവസം ഒന്നുമില്ലാത്ത രാഷ്ട്രീയക്കാർ, ക്രൂക്കഡ്നെസ് ഉപയോഗിച്ച് രാഷ്ട്രീയക്കാരാണ് ഇൻ്റലിജൻ്റ്. ക്രൂക്കഡ്നെസ്സിനെയാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് ആയിട്ട് പറയുന്നത്. അതൊരു ഇൻ്റലിജൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ക്വാളിറ്റിയുള്ള ആൾക്കാരെല്ലാം വിട്ടുപോയി. ഇവിടെ മുഴുവൻ ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ കമൻറ്റ്സ് കാണില്ലേ, ഇവിടെ ക്വാളിറ്റിയുള്ള ആൾക്കാരില്ല. ഇവിടെ മുഴുവൻ ഫ്രോഡുകൾക്ക് ജീവിക്കാം, വേറെ ആളെ പറ്റിച്ച് ജീവിക്കാം. നമ്മൾ ഈ 100% അവിടെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എത്തിക്സ് വേണ്ടതാണ്. ഇവിടെ എത്തിക്സ് സംഭവമില്ല ഒരു ഫീൽഡിലുള്ള. എല്ലാവർക്കും മണി മാത്രം കിട്ടിയാൽ മതി. ഈ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആവുന്ന പ്രശ്നം ഇതാണ്. ഇവിടെ ഇതാണ് കറപ്ഷൻ വേണമെങ്കിൽ കറപ്ഷനിൽ ക്രൂക്കഡ്നെസ് ആണ്. ഇവിടെ ഈ വേറൊരാളെ പറ്റിച്ച് ജീവിക്കുക, അതാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഇത്രയും ലിറ്ററസി ഉണ്ടായിട്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നത്? വാല്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ കാര്യം വിശകലനം ചെയ്യുന്നില്ല. ഇവിടെ എല്ലാവർക്കും 10ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നില്ല, കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നില്ല. എഡ്യൂക്കേറ്റഡ് ഇല്ലിറ്ററേറ്ററാണ്, അപ്ലൈ ചെയ്യുന്നില്ല. അപ്ലൈ ചെയ്യാൻ അറിയേണ്ട ഒരു കാര്യം. ലിറ്ററേറ്റ് ചാപ്രീസ് ഞാൻ വിളിക്കുന്നത് എഡ്യൂക്കേറ്റഡ് ലിറ്ററേറ്റ്. ബേസിക് എഡ്യൂക്കേഷൻ അപ്ലൈ ചെയ്യുന്നില്ല. അപ്ലൈ അല്ലെങ്കിൽ അല്ലെങ്കിൽ നോളജ് ഒരു ഗുണമില്ല, അത് അപ്ലൈ അറിയണം. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്തെ എല്ലാ നോളജും നമുക്കറിയാം, സ്വന്തം ലൈഫ് പരാജയമാണ് എന്താ കാര്യം ചോദിക്കുന്ന പോലെ. അത് ഈ പല എക്സാംസ് പോലും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്ന എക്സാംസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ അറിയണം, അല്ലാതെ പറ്റില്ല. അണ്ടർസ്റ്റാൻഡിന് മാത്രം പോരാ, അപ്ലൈ ചെയ്യാൻ അറിയണം. ഞാൻ പല എൻട്രൻസിൽ ചെയ്യുമ്പോൾ ആൾക്കാർ വലിയ വലിയ ബുക്കുകൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബേസിക്സ് സ്ട്രോങ് ആക്കുക, ആ എക്സാമിൽ വെച്ച് നമ്മൾ അനാലിറ്റിക്കൽ വേണ്ടി അപ്ലൈ ചെയ്യാം, അത് മതി. അങ്ങനെയാണ് പല എക്സാംസും നമുക്ക് എഴുതാൻ പറ്റുന്നത്. പക്ഷേ എത്തിക്സ് കേരളത്തിൽ ഒട്ടുമില്ല, അപ്പോൾ നിലവിൽ ഒട്ടുമില്ല. അപ്പോൾ നമ്മളുടെ ഈ എത്തിക്സിൻ്റെ ഹോസ്പിറ്റൽസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഹോസ്പിറ്റലിൽ എന്ത് എത്തിക്സ് എന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ എത്തിക്സ് വേണ്ട മെഡിക്കൽ ഫീൽഡിലാണ്.
ഇപ്പോൾ എല്ലാവരും സിനിമയെക്കുറിച്ചുള്ള മോശം പറയും. സിനിമയിലെല്ലാം പരസ്യം കൊണ്ടാണ്, എല്ലാ ഫീൽഡിലും ഉണ്ട്. ഇപ്പോൾ എല്ലാ ഫീൽഡും കോർപ്പറേറ്റിൻ്റെ കീഴിലാണ്. കോർപ്പറേറ്റിനാണ് ഏറ്റവും കൂടുതൽ എത്തിക്സ് വേണ്ടത്. അവർക്ക് എത്തിക്സ് ഇല്ല. എല്ലാ ഫീൽഡും, എഡ്യൂക്കേഷൻ, മെഡിക്കൽ ഫീൽഡ് എല്ലാം ഇപ്പോൾ കോർപ്പറേറ്റിൻ്റെ കയ്യിലായില്ലേ. പക്ഷെ നമുക്ക് സിനിമയിൽ പോലെ കാര്യങ്ങളൊക്കെ എത്തിക്സ് ഇല്ലെങ്കിൽ അത് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മെഡിക്കലിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജീവൻ വെച്ച് കളിക്കുന്നത്. ഇവിടെ ഓരോ ഹോസ്പിറ്റൽസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? എത്തിക്സ് ഇല്ലെങ്കിൽ എന്തിട്ടായിട്ടും കാര്യമില്ല. നമുക്ക് ഫൈനലി കൺക്ലൂഡ് ചെയ്യാം. യൂണിവേഴ്സിറ്റിയിൽ നോക്കി കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് യൂണിവേഴ്സിറ്റിയിലായിട്ട് വരാൻ പോവുകയാണ്. അവിടെ എത്തിക്സ് ഇല്ലെങ്കിൽ പ്രശ്നമാവും. എന്തായാലും പ്രശ്നമാവും. നമ്മൾ എത്തിക്സിൽ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം തീർന്നു. യു ക്യാൻ കൺക്ലൂഡ്. എത്തിക്സ് ആണ് ഗ്രീക്ക് വേർഡ് വരുന്നത്, എത്തോസിലാണ് വേർഡിനെ വരുന്നത്. കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊഫഷൻ ആണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ അത് കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ലെവൽ എന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡിസ്കഷനും അതിന്റെ കുറെ ടേംസ് ഒക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. പ്രാക്ടിക്കൽ ആയിട്ട് ഞാൻ പറയാം. ഇവ 3 സിനിമ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ഇഷ്യൂ ഉണ്ടാക്കിയത്. കാരണം ഇപ്പോഴത്തെ പല യൂത്തിൻ്റെ വിചാരം നമ്മൾ വളരെ മാനിപ്പുലേറ്റീവായി ക്രൂക്കഡായിട്ട് അങ്ങനെയുള്ള പോയാൽ വിജയിക്കാൻ പറ്റുമോ? അത് റോങ് തിങ്കിങ് ആണ്. കാരണം ലോങ് ടേമിൽ എത്തിക്സ് വർക്കൗട്ട് ആവുള്ളൂ. ഈവൻ കോർപ്പറേറ്റ് വേൾഡിലാണ് പോലും ആ ഒരു തിങ്കിങ് വന്നാൽ തന്നെ എല്ലാം ശരിയായി. പക്ഷെ അതിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം. ഈ നമ്മൾ അൺഎത്തിക്കലേക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് വിജയങ്ങളുണ്ടാവും, പക്ഷെ ലോങ് ടേം നിൽക്കില്ല. മറ്റേ നമ്മൾ സ്ട്രഗിൾ ചെയ്യും, പക്ഷെ അവസാനം എത്തിക്സേ നിൽക്കുള്ളൂ. പറഞ്ഞ പോലെ തന്നെ ബി എത്തിക്കലായി തിങ്ക് ചെയ്യണം. ഓവർ എത്തിക്കലല്ല, ഒരു കോംപ്രമൈസ് ചെയ്ത് പോകണം. നമ്മുടെ ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്തു, പല പല ടോപ്പിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു, പല പല ടേംസ്. ലൈക്ക് നമുക്ക് എന്തായാലും ഈ ജാർക്കൻസ് ഒന്നും അറിയത്തില്ലല്ലോ, ഫിലോസഫിയും എത്തിക്സുമായിട്ട് റിലേറ്റഡ് ആയതാ. കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചതാണ്. വെറും ടെക്നിക്കൽ ആയിട്ടല്ല, ബുക്കിഷ് ആയിട്ടല്ല, ഇത് ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന പോലെ സംസാരിച്ചതാണ്. അപ്പോൾ ഇത്ര നേരം നമ്മുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തത് താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് കേൾക്കുന്നവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. Of course, I would like to thank this opportunity to Mapstick Media. നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടും നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. ആൻഡ് സത്യം പറഞ്ഞാൽ പുള്ളിയോട് ഒരു താങ്ക്സ് പറയണം കേട്ടോ. എനിക്കാണേലും ഫിലോസഫിയുടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയത് ഈ പുള്ളിയായിട്ട് സംസാരിച്ച് തുടങ്ങിയാൽ പറ്റിയത്. കാരണം പുള്ളി പറയുന്നത് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയത്. നൗ ഐ ആം ഓൾസോ വെരി ഇൻട്രസ്റ്റഡ് ഇൻ ഫിലോസഫി. ഫിലോസഫി ജനറലായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റും ഫിലോസഫി ഉണ്ടായത് ലൈഫിലെ എല്ലാ ആസ്പെക്റ്റിലും ഉണ്ട്. ഇത്രയും ബ്രോഡ് ആപ്ലിക്കേഷൻ സബ്ജക്റ്റ് ഇല്ല, പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത് സെർച്ച് ഫോർ ട്രൂത്ത്, സത്യത്തിന് അന്വേഷണമുണ്ട്. കള്ളന്മാർ ഇത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ സബ്ജക്റ്റിലും, എല്ലാ ലൈഫിലും, എല്ലായിടത്തും ഫിലോസഫി. എത്ര ആപ്ലിക്കേഷൻ വരുന്ന വേറെ സംഭവമില്ല. ഇത് ഭാവിയിൽ എനിക്ക് പോപ്പുലറൈസ് ചെയ്യണമുണ്ട്. കുറച്ചുകൂടി വായിച്ചിട്ട് ചില ബുക്സിൽ എഴുതി. ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് അല്ല ഈ ബ്രീഫ് ഹിസ്റ്ററിയോടെ കോസ്മോളജി പോപ്പുലറൈസ് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. കൂടുതൽ ആൾക്കാർ അറിയണം. ഇത് സൊസൈറ്റി വന്നാൽ തന്നെ ഒരുപാട് ചേഞ്ച് വരും. നമ്മൾ എഡ്യൂക്കേഷൻ ശരിയാക്കണം. അതുപോലെ എഡ്യൂക്കേഷൻ ഫിലോസഫി തന്നെ ഒരുപാട് ചേഞ്ച് വരുത്താം. അപ്പോൾ ആഗ്രഹം നടക്കട്ടെ അല്ലേ? I wish him all the best. Thank you so much. Thank you.